14 മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാ സേന. ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് 14 നക്സലുകളെ വധിച്ചത്. ഛത്തീസ്ഗഡിലെ കുലാരിഘട്ട് റിസർവ് വനത്തിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, പറയൂ. കൃഷ്ണജ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, അതേപോലെ തന്നെ CRPF ഇങ്ങനെ 3 വിഭാഗം പോലീസ് സേനയും കൂടെ ചേർന്നുള്ള പ്രത്യേക ഗ്രൂപ്പ് നടത്തിയ ഓപ്പറേഷനിലാണ് 14 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി മുതലാണ് ഛത്തീസ്ഗഡിലെ കുലാരിഘട്ട് റിസർവ് വനത്തിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഈ ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിലാണ് ഈ വനമേഖലയുള്ളത്. അവിടെയാണ് ഈ ഏറ്റുമുട്ടൽ നടന്നത്. 14 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി 12 പേർ, അതിനകത്ത് 2 വനിതകൾ ഉൾപ്പെടെയുള്ള 12 പേരായിരുന്നു ഇന്നലെ കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2 പേരുടെ മരണം കൂടി സ്ഥിരീകരിച്ചു. അങ്ങനെയാണ് 14 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഏറ്റുമുട്ടൽ ഇപ്പോഴും ഈ പ്രദേശത്ത് തുടരുകയാണ്. അതായത് ഈ വനമേഖലയിൽ കുലാരിഘട്ട് റിസർവ് വനത്തിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ സ്പെഷ്യൽ ഗ്രൂപ്പ് അവിടേക്ക് പുറപ്പെടുന്നത്. ഛത്തീസ്ഗഡിന്റെയും CRPFന്റെയും അതേപോലെ തന്നെ ഒഡീഷയുടെയും സേനാ വിഭാഗങ്ങൾ ചേരുന്ന പ്രത്യേക ഗ്രൂപ്പ് ഇങ്ങനെ സെർച്ചിങ് ഓപ്പറേഷൻ നടത്തുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഈ മാവോയിസ്റ്റ് സംഘം വെടിയുതിർക്കുകയായിരുന്നു. അങ്ങനെ ഈ സേനാ വിഭാഗം തിരിച്ചു നടത്തിയ പ്രത്യാക്രമണത്തിലാണ് 14 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത്. കൃഷ്ണ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.